ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടനാടൻ താറാവ് റോസ്റ്റാണ്. കുട്ടനാടൻ താറാവ് കറി അതാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് വേണ്ടുന്നത് നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നല്ല വെളിച്ചെണ്ണയും കുരുമുളകുമാണ് ഇതിൻ്റെ താറാവിറച്ചിക്ക് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ്. നല്ല വെളിച്ചെണ്ണയും ശുദ്ധമായ വെളിച്ചെണ്ണയും നല്ല പെപ്പറും, ഇത് രണ്ടുമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മൾ ആദ്യം ഒരിച്ചിരി കടുവിടാം. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് ആദ്യം ചേർക്കാൻ പോകുന്നത് കടുവൊന്ന് നല്ലപോലെ ഇതായതിനു ശേഷം, എണ്ണ നല്ലപോലെ ചൂടായെന്ന് ഉറപ്പായതിനു ശേഷം നമ്മളതിനകത്തോട്ട് ചേർക്കാൻ വെളുത്തുള്ളിയാണ്. ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, നല്ലപോലെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, അരിഞ്ഞതല്ല, ചതച്ച വെളുത്തുള്ളി, ഇഞ്ചി, ഇത് രണ്ടും ഇട്ടതിന് ശേഷം അടുത്ത മെയിൻ ഐറ്റം നല്ല കീറിയ പച്ചമുളക്, നല്ല നടുവേ കീറി പച്ചമുളക്. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. സാധാരണ ഞാനൊരു ചെറിയ സവാള ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. സവാള അല്ലെങ്കിൽ കൊച്ചുള്ളി സവാള ഞാൻ ഇച്ചിരി ചേർക്കുന്നുണ്ട്. സാധാരണ അത് ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. കുട്ടനാട് താറാവ് കറിക്കൊക്കെ ഞാൻ സവാള ചേർക്കാറില്ല. ഞാൻ ഇച്ചിരി മസാല കിട്ടാൻ വേണ്ടി ഞാനിച്ചിരി സവാള ഞാൻ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മൂക്കട്ടെ. മൂക്കട്ട് നമുക്ക് ഇതിനകത്തോട്ട് സവാള ഇടാം. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ സവാള നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. സവാള ചേർത്ത് ഒരിച്ചിരി ഉപ്പ് എന്താ ചേർക്കുന്നത്? കല്ലുപ്പാണ് ചേർക്കുന്നത്. നല്ല നാടൻ താറാവായതുകൊണ്ട് നല്ല നാടൻ രീതിയിൽ കല്ലുപ്പെല്ലാം ചേർത്ത് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ഇറക്കി കൊടുക്കുക. ഇതൊന്ന് മൂക്കട്ടെ. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇച്ചിരി തോനെ ഇരുന്നോട്ടെ, നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് ഇത് മുഴുവൻ കൂടെ ഒന്ന് മൂക്കട്ടെ. ഉള്ളി ഒരുവിധം മൂത്തിട്ടുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് നമ്മളുടെ താറാവ് ആഡ് ചെയ്യാവുന്നതാണ്. താറാവ് കുറച്ച് നല്ല വേവുള്ള സാധനമാണ്. കുറച്ച് സമയം എടുക്കും വെന്ത് കിട്ടാൻ. നമ്മൾ താറാവിന് ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. നല്ല നെയ്യുള്ള താറാവായതുകൊണ്ട് ഇനി ഒന്നും ചെയ്തിട്ടില്ല, കരിക്കാണ് എടുത്തിട്ടുള്ളത് ഈ താറാവ. അതുകൊണ്ട് ടേസ്റ്റ് കൂടുതലായിരിക്കും. നല്ല ടേസ്റ്റായിട്ടുള്ള കിട്ടും. അപ്പം നല്ല വേവുള്ളൊരു സാധനമാണ്. ഇളക്കി നല്ല ഫ്രഷ് താറാവ്
ഷിറ്റ് കട്ടി ചെറുതായി പോകുന്നത്. ഇതിനകത്തോട്ട് നമുക്കൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി മാത്രമൊക്കെ ചേർത്താൽ മതി. ഇത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതുപോലെ ഇളക്കി നല്ല വെളിച്ചെണ്ണയുടെയും താറാവിൻ്റെ നെയ്യുടെയും എല്ലാം മിക്സായ ഒരു സ്മെല്ല് നല്ലപോലെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം ഇതിങ്ങനെ ഇരിക്കട്ടെ. നല്ലപോലെ വാത്തിനകത്തുള്ള വെള്ളമെല്ലാം വെളിയിലിറങ്ങി, കൊഴുപ്പെല്ലാം വെളിയിലിറങ്ങി നല്ലപോലെ ഇതായിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്ന് വേവട്ടെ. നമുക്ക് അവസാനം ഇച്ചിരി തേങ്ങാപ്പാൽ ചേർക്കാം. നമ്മുടെ തേങ്ങാപ്പാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമ്മളിതൊരു മസാല ഒന്നും ചേർത്തിട്ടില്ല. അങ്ങനെ തന്നെ കുറച്ച് നേരം കിടന്ന് അടച്ച് വെച്ച് നമുക്ക് കുറച്ച് നേരം വേവിക്കാം. തുറന്ന് നോക്കാം. വെള്ളം കുറച്ച് പറ്റട്ടെ. തുറന്ന് വെച്ചേക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് മസാല ഇടുന്നതുകൊണ്ട് തന്നെ. അടുത്തത് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് ഗരം മസാല, കുറച്ച് ഗരം മസാല, അപ്പുറം കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി വേറെ ഒന്നും ഇപ്പം ഇടണ്ട. ഒന്ന് സെറ്റാവട്ടെ. കുറച്ച് നെയ്യ് വെച്ച് താറാവായതുകൊണ്ട് താറാവിനകത്ത് കുറച്ച് നെയ്യ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത്രയും നല്ല ഒരു എണ്ണ വന്നിട്ടുണ്ട്. ഉപ്പ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഉപ്പ് ഇച്ചിരി വേണമെങ്കിൽ കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം.
கொஞ்சமாக മുളകുപൊടി ഒഴിച്ച് നിൽക്കുന്നത് നമുക്ക് നമ്മൾ മെയിനായിട്ടെല്ലാം ചേർക്കുന്നത് പെപ്പറാണ്. അത് മുളകുപൊടി ചെറുതായിട്ടൊന്ന് ഇട്ടുന്നേ ഉള്ളൂ. അടുത്തത് നമുക്കിതിനകത്തോട്ട് പെപ്പർ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി അടുത്തത് ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. കുറച്ച് തേങ്ങാപ്പാൽ കുറച്ച് തിക്നെസ് ഒരു ടേസ്റ്റും കിട്ടും. ഫ്രഷായിട്ട് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു തിക്നെസ്സും കിട്ടും. ടേസ്റ്റും അടിപൊളി. ഏകദേശം നമ്മളിപ്പം നമ്മുടെ കറിയുടെ ഫൈനൽ സ്റ്റേജിലെത്തി. കറി ഏകദേശം റെഡിയായി കഴിഞ്ഞു. വെന്തോന്ന് നോക്കിയിട്ട് നമുക്ക് ഇനി ഇറക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ ഇച്ചിരി കൂടെ ചേർത്തിട്ട് മതിയാവും. ആവശ്യത്തിനായിട്ടുണ്ട്. മതി. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല നെയ്യ് ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ടാണ് ഇത്ര എണ്ണ വന്നത്. നല്ല നെയ്യുള്ള ഗ്രേവി നല്ലപോലെ വേണമെങ്കിൽ നമുക്ക് അധികം വറ്റിക്കണ്ട. ഗ്രേവി അത്രയും വേണ്ടാത്തവർക്ക് ഇനിയും കുറച്ച് നല്ലപോലെ ചൂടാക്കി ഡ്രൈ ആക്കി എടുക്കാം. ഗ്രേവി ഇത്രയും മതിയെങ്കിൽ നമുക്ക് ഇതോടുകൂടി നിർത്താം. ഇതാണ് നല്ല കുട്ടനാടൻ താറാവ് റോസ്റ്റ്. കുട്ടനാടൻ താറാവ് റോസ്റ്റ് റെഡി.